ഹലോ ഫ്രണ്ട്സ്, പിക്സൽ 6 പ്രോയുടെ അൺബോക്സിങ്ങും അതുപോലെ ഇനിഷ്യൽ ഇംപ്രഷനും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ഗൂഗിൾ 2 പിക്സൽ ഫോൺസ് ആണ് റിലീസ് ചെയ്തത്. ഈ പിക്സൽ 6 പ്രോയും അതുപോലെ ഗൂഗിളിൻ്റെ പിക്സൽ 6ഉം. അപ്പോൾ എന്താണ് ഈ ഒരു പിക്സൽ 6ഉം പിക്സൽ 6 പ്രോയും തമ്മിലുള്ള വ്യത്യാസം? അതുപോലെ ഈ ഒരു പിക്സൽ 6ഉം കഴിഞ്ഞ വർഷം ഗൂഗിൾ റിലീസ് ചെയ്ത പിക്സൽ 5ഉം തമ്മിലുള്ള വ്യത്യാസം. സോ ലെറ്റ് us find out. ഇതാണ് പിക്സൽ 6ൻ്റെ ബോക്സ്. പിക്സൽ 6 പ്രോയുടെ ബോക്സ് പോലെ തന്നെ ഒരു സെയിം ടൈപ്പിലുള്ള ബോക്സാണ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഈ ഫോണിൻ്റെ കളർ കൊടുത്തിട്ടുണ്ട്. ഈ കളർ എന്ന് പറയുന്നത് സോർട്ട സീഫോം എന്ന് പറഞ്ഞ ഒരു കളർ. ഇത് ഗൂഗിൾ പിക്സൽ 6, അതുപോലെ 128 GB ആണ് ഇതിൻ്റെ സ്റ്റോറേജ്. അപ്പോൾ നമ്മൾ മുമ്പേ പിക്സൽ 6 പ്രോയിൽ കണ്ട പോലുള്ള സെയിം ഒരു ബോക്സ് ആണ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എന്തൊക്കെയാണ് ഗൂഗിൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതെന്ന്. ആദ്യമായി നമ്മളെ വെൽക്കം ചെയ്യുന്നത് ഫോണാണ്. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കളറാണ്. ഞാൻ പറഞ്ഞു ഇത് നമുക്ക് പരിചയപ്പെടാം ഈ ഫോണ്. അതുപോലെ കുറച്ച് ബുക്ക്ലെറ്റ്സ്, സിം ഇജക്ടർ ടൂൾ, പിന്നെ USB Type-C കേബിൾ, അതുപോലെ OTG അഡാപ്റ്റർ. അപ്പം ഇത്രയും നമ്മൾ പിക്സൽ 6 പ്രോയിൽ കണ്ട പോലെ തന്നെയുള്ള സെയിം മെറ്റീരിയൽസ് ആണ് ഇന്റേണൽ അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ബോക്സ്. അപ്പോൾ ഇതാണ് ഗൂഗിളിൻ്റെ പിക്സൽ 6. ഞാൻ ആദ്യമേ പറഞ്ഞു ദിസ് കളർ ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. സോർട്ട സീഫോം എന്ന് പറഞ്ഞ കളറാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കളറാണ് ഗൂഗിൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് പിക്സൽ 6-ന്. ആക്ച്വലി സത്യം പറഞ്ഞാൽ പിക്സൽ 6ൻ്റെ കളറാണ് എനിക്ക് പിക്സൽ 6 പ്രോയുടെ ഒരു കളറിനേക്കാൾ ഇഷ്ടപ്പെട്ടത്. വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ്, ബട്ട് യെറ്റ് വെരി പവർഫുൾ ഡിസൈൻ, വെരി ഇൻട്രസ്റ്റിംഗ് ഡിസൈൻ. അപ്പോൾ ഈ ഫോണിൻ്റെ ഹാർഡ്വെയർ ഒന്ന് പരിചയപ്പെടാം. ഇതിൻ്റെ ഫ്രണ്ട് ഗൊറില്ല ഗ്ലാസ് വിക്ടസ് ആണ് ഗൂഗിൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ബാക്കിൽ ഗൊറില്ല ഗ്ലാസ് 6 ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയി ഇതിൻ്റെ സൈഡിൽ ഒരു അലൂമിനിയം ഫ്രെയിമാണ് ഗൂഗിൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതൊരു മാറ്റി ടൈപ്പാണ്. എന്നാൽ പിക്സൽ 6 പ്രോവിന് ഒരു അലൂമിനിയം ഒരു ഗ്ലോസി ടൈപ്പായിരുന്നു. പക്ഷേ ദിസ് ഇസ് വെരി നൈസ്. ഈ ഒരു മാറ്റി ഫിനിഷ് ആയതുകൊണ്ട് ഇതിൻ്റെ നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ ഇതിൻ്റെ ഗ്രിപ്പ് വളരെ നല്ലതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഗൊറില്ല ഗ്ലാസ് വിക്ടസ് ഫ്രണ്ടും അതുപോലെ ബാക്കിൽ ഗൊറില്ല ഗ്ലാസ് 6 ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. എന്നാൽ 6 പ്രോയിൽ ഈ ബോത്ത് സൈഡ്സ് അവർ പ്രൊവൈഡ് ചെയ്തിരുന്നത് ഗൊറില്ല ഗ്ലാസ് വിക്ടസ് ആണ്. ഗൊറില്ല ഗ്ലാസ് വിക്ടസ് എന്ന് പറയുന്നത് സാധാരണ ഗൊറില്ല ഗ്ലാസിനേക്കാൾ ഒരു 50% ടഫറായിട്ടുള്ള മെറ്റീരിയലാണ് ഈ ഗൊറില്ല ഗ്ലാസ് വിക്ടസ് എന്ന് പറയുന്നത്. പക്ഷേ കുഴപ്പമില്ല, നോർമലി നമ്മൾ കേസിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഫ്രണ്ട് സൈഡ് എനിവേ ദേ ആർ പ്രൊവൈഡിങ് ഗൊറില്ല ഗ്ലാസ് വിക്ടസ്. അപ്പോൾ പിക്സൽ 6 പ്രോവിനേക്കാൾ ഒരു 3 ഗ്രാം ലെസ് ആണ് ഇതിൻ്റെ വെയിറ്റ്. പിക്സൽ 6 പ്രോ ഞാൻ പറഞ്ഞു 210 ഗ്രാം ആയിരുന്നു. ഇത് 207 ഗ്രാം. ഇച്ചിരി വെയിറ്റ് ഉള്ള ഒരു ഡിവൈസാണ് ഈ ഒരു പിക്സൽ 6. അതുപോലെ IP68 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ വളരെ നല്ലൊരു ഹാർഡ്വെയർ ആണ് ഗൂഗിൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ 6.4 ഇഞ്ച് ഒരു സ്ട്രെയിറ്റ് ഡിസ്പ്ലേ ആണ്. അതായത് ഇത് കേർവ് ഡിസ്പ്ലേ അല്ല. പിക്സൽ 6 പ്രോയ്ക്ക് കേർവ് ഡിസ്പ്ലേ ആയിരുന്നു. പക്ഷേ പിക്സൽ 6-ന് ഗൂഗിൾ പ്രൊവൈഡ് ചെയ്യുന്ന 6.4 ഇഞ്ച് ഒരു OLED 90 Hz സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ഡിസ്പ്ലേ ആണ് ഗൂഗിൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഡിസ്പ്ലേ വളരെ മനോഹരമാണ്. HDR10+ സപ്പോർട്ടഡ് ആണ്. ഒരു 83.4% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ആണ് ഗൂഗിൾ ഈ ഒരു 6-ന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 1080p ആണ് ഇതിൻ്റെ റെസൊല്യൂഷൻ. എന്നാൽ പിക്സൽ 6 പ്രോ ക്വാഡ് HD സ്ക്രീൻ ആയിരുന്നു. ഇത് പക്ഷേ 1080p ആണ് റെസൊല്യൂഷൻ. 411 ppi ഡെൻസിറ്റിയാണ് ഈ ഒരു സ്ക്രീൻ, പിക്സൽ 6ൻ്റെ സ്ക്രീൻ. അപ്പോൾ പിക്സൽ 6 പ്രോയെ അപേക്ഷിച്ച് ഈ പിക്സൽ 6ൻ്റെ സ്ക്രീനിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇത് 1080p ആണ് കമ്പയർഡ് ടു ക്വാഡ് HD പിക്സൽ 6 പ്രോ. അതുപോലെ ഇത് 90 Hz ആണ് ഇതിൻ്റെ റിഫ്രഷ് റേറ്റ്. പിക്സൽ 6 പ്രോയ്ക്ക് 120 Hz ആണ് അതിൻ്റെ റിഫ്രഷ് റേറ്റ്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു സ്ക്രീനിൽ ഉള്ള ഡിഫറൻസ്. പക്ഷേ അതൊന്നും ഒരു പ്രശ്നമല്ല. വളരെ മനോഹരമായ സ്ക്രീനാണ് ഈ ഒരു പിക്സൽ 6 ഗൂഗിൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞൊരു കേർഡ് സ്ക്രീൻ അല്ല, വളരെ സ്ട്രൈറ്റ് ആയിട്ടുള്ള സ്ക്രീനാണ്. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഈ പിക്സൽ 6-ന് ഉണ്ട്. 128 GB ആണ് ഇതിൻ്റെ ഇൻറ്റർണൽ സ്റ്റോറേജ് എന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ 8 GB ആണ് റാം. പിക്സൽ 6 പ്രോയ്ക്ക് 12 GB ആയിരുന്നു റാം. എന്നാൽ പിക്സൽ 6-ന് 8 GB ആണ് ഗൂഗിൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന റാം. ഇതിൻ്റെ കൂടാതെ 128 കൂടാതെ ഒരു 256 GB അഡീഷണൽ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ പിക്സൽ 6-ന്. അതിനും 8 GB ആണ് റാം. UFS 3.1 ആണ്. അതുപോലെ നോൺ എക്സ്പാൻഡബിൾ അല്ല ഈ ഫോൺ. അപ്പോൾ 6 പ്രോയും ഈ 6 തമ്മിലുള്ള ഡിഫറൻസ് ഈ ഒരു റാമിലുള്ള ഡിഫറൻസ് ആണ്.
പിക്സൽ 6 Pro 12GB ആണ് റാം. ഈ പിക്സൽ 6 എന്ന് പറയുന്നത് 8GB ആണ് റാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഡിഫറൻസ്. അതുപോലെ ഈ സൈഡിൽ നമുക്ക് കാണാം ഒരു പവർ ബട്ടൺ, അതുപോലെ വോളിയം ബ്രോക്കർ ബട്ടൺ ഉണ്ട്. ഈ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് ഒരു സിം കാർഡ് സ്ലോട്ടാണ്. ഈ സിം കാർഡ് എന്ന് പറയുന്നത് സിംഗിൾ നാനോ സിം ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇതിനകത്ത് എഗെയിൻ അതുപോലെ ഈ സിമ്മും സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ബേസിക്കലി ഡ്യുവൽ സിം ആണ്. ഈ സിമ്മിനകത്ത് ഇടാം, അതുപോലെ ഒരു സിംഗിൾ നാനോ സിം ഇടാം. ഈ ഫോൺ എക്സ്പാൻഡബിൾ അല്ല. ഇതിൻ്റെ ഡൗൺവേർഡ് പോർട്ടിൽ വരുവാണെങ്കിൽ 2 സ്പീക്കർ ഗ്രിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ USB Type-C ചാർജിങ് പോർട്ടുണ്ട്. ഈ ഫോണിൻ്റെ ടോപ്പ് പാർട്ട് 2 ആൻല ബാൻഡ് ഉണ്ട്, അതുപോലെ ഒരു മൈക്രോഫോണും ഉണ്ട്. ഈ ഫോൺ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കറാണ്. ഈ ഫോണും പിക്സൽ 6 Proയും ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കറായിരുന്നു. ഈ പിക്സൽ 6ഉം ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കറാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ക്യാമറയെ പറ്റി അറിയാം. പിക്സൽ 6 Proയുടെ അതേ ടൈപ്പുള്ള ഡിസൈനാണ് ഈ ക്യാമറ ബമ്പിന് ഒരു പ്രൊവൈഡ്. ഇതൊരു ക്യാമറ ബമ്പുണ്ട് ഇവിടെ, ഓൾമോസ്റ്റ് സെയിം ഡിസൈനാണ്. അപ്പോൾ ഈ ക്യാമറയിൽ ഒരു വ്യത്യാസമുണ്ട്. പിക്സൽ 6 Pro 3 ക്യാമറയായിരുന്നു ഗൂഗിൾ പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ പിക്സൽ 6ൽ ഗൂഗിൾ 2 ക്യാമറയാണ് ഈ ഒരു ബാക്ക് സൈഡിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ 2 ക്യാമറയും പിക്സൽ 6 Proയുടെ ക്യാമറയുമായുള്ള സെയിം ക്യാമറയാണ്. അതായത് 50 MP മെയിൻ ക്യാമറ, അതുപോലെ ഒരു 12 MP അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ. പിക്സൽ 6 Proയിൽ അഡീഷണൽ ആയിട്ട് ഒരു ക്യാമറയുടെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഉണ്ടായിരുന്നു. അതെന്ന് പറയുന്നത് 48 MP ടെലിഫോട്ടോ ക്യാമറ ആയിരുന്നു. ആ ക്യാമറ ഈ ഒരു പിക്സൽ 6ൽ മിസ്സിംഗ് ആണ്. ലേസർ ഓട്ടോ ഫോക്കസും ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു മൈക്രോഫോണും ഉണ്ട്. അപ്പോൾ ഈ ക്യാമറ ഒരു മെയിൻ ഡിഫറൻസ് ആണ്. അഗെയിൻ ഞാൻ പറയുന്നു, ഈ ടെലിഫോട്ടോ ക്യാമറയാണ് പിക്സൽ 6 Proയിലുള്ളത്. ഇവിടെ ഈ ടെലിഫോട്ടോ ക്യാമറ മിസ്സിംഗ് ഉണ്ട്. നമുക്കിതിൻ്റെ ഫ്രണ്ട് സൈഡിൽ കാണാം, എഗെയിൻ ഇവിടെ ഒരു ക്യാമറ ഉണ്ട്. ഈ സെൽഫി ക്യാമറയും പിക്സൽ 6 Proയുടെ ക്യാമറയും സെൽഫി ക്യാമറയുമായിട്ട് വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ ക്യാമറ എന്ന് പറയുന്നത് 8 MP ആണ്. എന്നാൽ പിക്സൽ 6 Proയിൽ 11.1 MP ആണ്. അപ്പോൾ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിൽ പിക്സൽ 6 Proയും 6ഉം തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഫ്രണ്ട് ക്യാമറയും ഡിഫറൻസ് ഉണ്ട്, അതുപോലെ ബാക്ക് ക്യാമറയും ഡിഫറൻസ് ഉണ്ട്. ഈ ഫ്രണ്ട് ക്യാമറയ്ക്ക് എഗെയിൻ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് പിക്സൽ 6 Proയുടെ ഫ്രണ്ട് ക്യാമറ എന്ന് പറയുന്നത് ഇച്ചിരി വൈഡായിട്ടുള്ള ഒരു അൾട്രാ വൈഡായിട്ടുള്ള ഒരു ക്യാമറയാണ്. എന്നാൽ ഇത് അത്ര വൈഡല്ല. അപ്പം ഗ്രൂപ്പ് ഷോട്ട് ഒക്കെ എടുക്കുമ്പോൾ ഈ ഒരു ക്യാമറ ഈ പിക്സൽ 6 Proയുടെ അത്രയും വൈഡല്ല. അത് എല്ലാവരും ഓർത്തിരിക്കണം. അടുത്തതെന്ന് പറയുന്നത് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയാണ്. ഞാൻ പറഞ്ഞു ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കറാണ് ബോത്ത് ഇതിന് യൂസ് ചെയ്യുന്നത്. 6 Proയ്ക്കും ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കറാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പിക്സൽ സൗണ്ട് മാക്സിമമാണ് ഞാൻ വെച്ചിരിക്കുന്നത്. നമുക്കിവിടെ കാണാം, ഞാൻ ഒരു സൈഡ് ഇതിൻ്റെ ഡൗൺവേർഡ് പാർട്ട് ക്ലോസ് ചെയ്യുമ്പോൾ മേളിൽ നിന്ന് സൗണ്ട് വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഡൗൺ പാർട്ടാണ് ഇതിൻ്റെ മെയിൻ സൗണ്ട് സ്പീക്കർ. അപ്വേർഡ് പാർട്ട് എന്ന് പറയുന്നത് സ്പീക്കർ ഉണ്ടെങ്കിൽ തന്നെയും ഈ ഒരു ഡൗൺ പാർട്ട് കണ്ട് ഞാനിത് കവർ ചെയ്യുമ്പോൾ അത്രയും സൗണ്ട് വരത്തില്ല. എന്നാൽ പിക്സൽ 6 Proയ്ക്ക് അത്രയും ഡിഫറൻസ് ഇല്ലായിരുന്നു. ഇതിൻ്റെ ഒരു ടോപ്പ് പാർട്ടും വളരെ പവർഫുള്ളായിട്ട് സ്പീക്കറായിരുന്നു. പക്ഷേ ഇത് കമ്പയർഡ് ടു പിക്സൽ 6 Pro ഇതിൻ്റെ സ്പീക്കർ ഇച്ചിരി ഡെപ്ത് കുറവുണ്ട്. പക്ഷേ എഗെയിൻ ഡ്യുവൽ സ്റ്റീരിയോ ഫ്രണ്ട് സ്പീക്കർ ആയതുകൊണ്ട് നമുക്ക് ഒരു വലിയ ഡിഫറൻസ് നമുക്ക് ഇല്ല. പക്ഷെ നല്ല സൗണ്ട് ക്വാളിറ്റി ഉള്ള സ്പീക്കേഴ്സിനാണ് ഗൂഗിൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ എൻ്റെ ബാറ്ററി എന്ന് പറയുന്നത് 4614 mAh നോൺ റിമൂവബിൾ ബാറ്ററിയാണ് ഗൂഗിൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഫാസ്റ്റ് ചാർജ് 30 വാട്ട്സ് ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതായത് 50% ഈ 30 വാട്ട് യൂസ് ചെയ്താൽ 50% 30 മിനിറ്റ്സ് കൊണ്ട് 50% ഈ ഫോൺ ചാർജ് ആകും. 6 Proയ്ക്ക് 5003 mAh ആണ് പ്രൊവൈഡ് ചെയ്തിരുന്നത്. ഇതിന് 4614 mAh. ബാക്കിയെല്ലാം സെയിം ആണ്. അതായത് ഫാസ്റ്റ് ചാർജ് ഇതിനും 30 വാട്ടാണ്. ഗൂഗിൾ 6 Proയ്ക്കും 30 വാട്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത്. വയർലെസ് ചാർജും ഈ ഫോൺ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അടുത്തതെന്ന് പറയുന്നത് നമുക്കിതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു അണ്ടർ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻ്റ് ആണ് ഗൂഗിൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ അതർ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ആക്സിലോമീറ്റർ ഉണ്ട്, പ്രോക്സിമിറ്റി സെൻസർ, കോമ്പസ് എല്ലാം ഈ ഫോൺ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കളർ, ഈ ഒരു കളർ വളരെ നല്ല കളറാണെന്ന് ഞാൻ പറഞ്ഞു. സോട്ട സീഫോം, അതുപോലെ ഒരു കിൻഡ കോറൽ, സ്റ്റോമി ബ്ലാക്ക്, അങ്ങനെ 3 കളേഴ്സാണ് പിക്സൽ 6 ഗൂഗിൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. 6 Proയ്ക്കും 3 കളേഴ്സ് ആയിരുന്നു, ക്ലൗഡ് വൈറ്റ്, സോട്ട സണ്ണി ആൻഡ് സ്റ്റോമി ബ്ലാക്ക്. അപ്പോൾ പിക്സൽ 6 Proയുടെ കളറിനേക്കാൾ ഇച്ചിരി ഒരു ഐക്യാച്ചയായിട്ട് എനിക്ക് തോന്നുന്നത് ഈ ഒരു പിക്സൽ 6ൻ്റെ കളേഴ്സാണ്. വെരി നൈസ് കളേഴ്സ്. അതുപോലെ നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ ഇതിൻ്റെ സൈഡ് ഞാൻ പറഞ്ഞൊരു മാറ്റി ഫിനിഷ് ആയതുകൊണ്ട് കയ്യിൽ, അതുപോലെ സ്ട്രെയിറ്റ് സ്ക്രീൻ ആയതുകൊണ്ട് വളരെ നല്ല നമ്മുടെ കയ്യിലിരിക്കുന്നതിൻ്റെ ഫീൽ 6 Proയെ അപേക്ഷിച്ച് എനിക്ക് ഇച്ചിരി ഇഷ്ടപ്പെട്ടത് ഈ ഒരു
6ൻ്റെ ഫീലാണ്. അപ്പോൾ പിക്സൽ 6ൽ 6 പ്രോയെ അപേക്ഷിച്ച് ഒരു 95% കാര്യങ്ങൾ നമുക്ക് ഈ ഒരു 6ൽ അവൈലബിൾ ആണ്. വിത്ത് എ ക്യാച്ച് ഓഫ് $300 ലെസ്. അതായത് പിക്സൽ 6 പ്രോയ്ക്ക് $300 കൂടുതലാണ് നമുക്ക്. എന്നാൽ ഒരു 95% കാര്യങ്ങളും പിക്സൽ 6 പ്രോയിൽ ലഭിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഈ ഒരു 6ൽ ലഭിക്കും. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ഒരു പ്രൈസ് വാല്യൂ റേഷ്യോ പിക്സൽ 6നാണ് ഇച്ചിരൂടെ കൂടുതൽ എന്ന് ഞാൻ പറയും. അതുപോലെ എനിക്ക് മെയിൻലി ഈ പിക്സൽ 6ന് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഒരു ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്. പിക്സൽ 6 പ്രോ കേർവ് ഡിസ്പ്ലേ ആണ്. ഈ ഫ്ലാറ്റ് ഡിസ്പ്ലേ ആകുമ്പോൾ നമുക്കൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നതൊക്കെ നമുക്ക് വളരെ ഈസിയായി ടൈപ്പ് ചെയ്യാം. എന്നാൽ ഒരു കേർവ് ഡിസ്പ്ലേ ആകുമ്പോൾ നമുക്ക് കാണാം ഒരു ചെറിയ ഒരു ഷിഫ്റ്റ് ഉണ്ട്, കളറിനൊരു ഷിഫ്റ്റ് വരും. അതുപോലെ ടൈപ്പ് ചെയ്യാനും ഇച്ചിരി പ്രയാസമായിരിക്കും. പിക്സൽ 6 പ്രോ ഇത് വളരെ പ്രീമിയമാണ്. നമ്മുടെ കയ്യിരിക്കുമ്പോൾ വളരെ പ്രീമിയം ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. വളരെ ഗ്രിപ്പിയാണ് ബിക്കോസ് ഓഫ് മാറ്റീരിയൽ. പിന്നെ നമുക്ക് മെയിൻ ഡിഫറൻസ്, അതായത് ക്യാമറയിൽ ടെലിഫോട്ടോ ക്യാമറ ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് പിക്സൽ 6 പ്രോ തന്നെ വേണം. സൂം ക്യാമറ യൂസ് ചെയ്യുന്നവർക്ക് 6 പ്രോ തന്നെ വേണം. ഇതിന് ആ ഒരു ഫീച്ചർ ഇല്ല. 6 പ്രോയ്ക്ക് മാത്രമേ ഉള്ളൂ സൂം ക്യാമറ. പക്ഷേ ഇതിൻ്റെ ഈ രണ്ട് ക്യാമറയും പിക്സൽ 6 പ്രോയുടെ സെയിം ക്യാമറയാണ്. അപ്പോൾ സാധാരണ ഫോൺ യൂസേഴ്സിന് ദിസ് ഇസ് മോർ ദാൻ സഫീഷ്യൻറ്റ്. ഇതിനൊരു ഡിജിറ്റൽ സൂം ഗൂഗിൾ തരുന്നുണ്ട്. പക്ഷേ പിക്സൽ 6 പ്രോയ്ക്ക് ഒപ്റ്റിക്കൽ സൂം ഇൻബിൽഡ് ആയിട്ടുള്ളത് കൊണ്ട് ക്വാളിറ്റിയിൽ ഡിഫറൻസ് വരും. അതുപോലെ സെൽഫി ക്യാമറ ഞാൻ പറഞ്ഞു 6 പ്രോ അൾട്രാ വൈഡ് ആംഗിൾ ആയിട്ടുള്ള ഒരു ക്യാമറയാണ് ഇതിൻ്റെ ഫ്രണ്ട്. അപ്പോൾ നമുക്ക് ഗ്രൂപ്പ് സെൽഫി ഒക്കെ എടുക്കുമ്പോൾ ഒരുപാട് പേരെ നമുക്ക് ഈ ഒരു ക്യാമറയിൽ ഉൾക്കൊള്ളാം. പക്ഷേ 6ന് ആ ഒരു ഓപ്ഷൻ ഇല്ല. 6ന് അത്ര അൾട്രാ വൈഡ് അല്ല ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ. അപ്പോൾ അതും എല്ലാവരും ഓർത്തിരിക്കണം. പിന്നെ 6 പ്രോ അഗെയിൻ പിക്സൽ 6 പ്രോയുടെ ഒരു സ്പീക്കർ എന്ന് പറയുന്നത് ഇച്ചൂടെ ലൗഡർ ആയിരുന്നു. എന്നാൽ 6 വളരെ ഫ്രണ്ട് ഫേസിങ് സ്പീക്കറാണ്. ഡീസൻറ്റ് സ്പീക്കർ തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഫിംഗർ പ്രിൻ്റ് എന്ന് പറയുന്നത് സെയിം ഐഡൻറ്റിക്കൽ ഫിംഗർ പ്രിൻ്റ് ആണ് 6 പ്രോയും 6ഉം യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിൻ്റ് ആണ്. വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഫിംഗർ പ്രിൻ്റാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓവറോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ 6ഉം 6 പ്രോയും തമ്മിൽ ഓൾമോസ്റ്റ് 95% ഈ 6 പ്രോയുടെ കാര്യങ്ങൾ മീറ്റ് ചെയ്യും. ഒള്ളി ഡിഫറൻസ് എന്ന് പറയുന്നത് 6 പ്രോയ്ക്ക് ഒരു ബെറ്റർ ഡിസ്പ്ലേ, അതായത് ഒരു ക്വാഡ് HD സ്ക്രീൻ ഉണ്ട്. ഇതെന്ന് പറയുന്നത് ഫുൾ HD സ്ക്രീനാണ്. അതുപോലെ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് 6നെ അപേക്ഷിച്ച് 6 പ്രോയ്ക്ക് ഇച്ചിരി നല്ല ഹാപ്റ്റിക് ഫീഡ്ബാക്കാണ്. അതുപോലെ ക്യാമറയിലും ഈ ഡിഫറൻസ് ഉണ്ട്. പക്ഷേ അഗെയിൻ നമുക്ക് ഈ ഒരു $300 ലെസ് പ്രൈസിൽ വി ആർ ഗെറ്റിംഗ് ഓൾമോസ്റ്റ് 95% തിങ്സ് വാട്ട് വി ആർ ഗെറ്റിംഗ് ഫ്രം പ്രോ. അപ്പോൾ ഈ ഒരു കാര്യം എനിക്ക് ഇപ്പോൾ എന്നോട് ചോദിക്കുവാണെങ്കിൽ എനിക്ക് ഈ ഒരു 6 പ്രോയേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ബിക്കോസ് ഫസ്റ്റ് ഓഫ് ഓൾ ഐ ലൈക്ക് സ്മോൾ ഫോൺസ്. അതുപോലെ ഐ ഡോണ്ട് ലൈക്ക് കേർവ് ഫോൺസ്. കേർവ് ഗ്ലാസ് ഉള്ള ഫോൺ, സ്ക്രീനുള്ള ഫോൺ എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് പക്ഷേ ഇപ്പം പലർക്കും അത് ഇഷ്ടമുള്ളവരുണ്ട്. അതായത് ഒപ്റ്റിക്കൽ സൂമും അതുപോലെ കേർവ് ഗ്ലാസും ഇഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് എപ്പോഴും 6 പ്രോയാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. പക്ഷേ സാധാരണ ഒരു ഫോൺ യൂസറിന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് വളരെ മനോഹരമായ, വളരെ നല്ല, വളരെ ഒരു ഫീലുള്ള ഒരു ആസ് എ ഗൂഗിൾ ഫോൺ എന്ന് പറഞ്ഞ ഒരു ഡിഫറൻറ്റ് ഉള്ള ഒരു ഫോണാണ് പ്രാവശ്യം ഗൂഗിൾ ഈ 6ൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി നോക്കാം ഈ 6ഉം അതുപോലെ കഴിഞ്ഞ വർഷം ഗൂഗിൾ റിലീസ് ചെയ്ത പിക്സൽ 5ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്. ഈ ഒരു ഹാർഡ്വെയർ ഡിഫറൻസ്. ഈ പിക്സൽ 5 എന്ന് പറയുന്നത് എൻ്റെ ഒരു ഓൾ ടൈം ഫേവറേറ്റ് ഫോണാണ്. ഇപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നത്, എൻ്റെ മെയിൻ ഫോണായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ പിക്സൽ 5 ആണ്. ബിക്കോസ് ദിസ് ഈസ് അഗെയിൻ ഐ എം സേയിങ് ദ സ്വീറ്റ് സ്പോട്ട് ഓഫ് എ ഫോൺ. ഇതിൻ്റെ സൈസ്, അതുപോലെ ഇതിൻ്റെ ബാക്ക് സൈഡിലുള്ള ഫിംഗർ പ്രിൻറ്റ്, അതുപോലെ ഇതിൻ്റെ ഒരു മെറ്റീരിയൽ ചോയ്സ് എല്ലാം വളരെ മനോഹരമാണ്. ഇതാണ് ഞാൻ എൻ്റെ മെയിൻ ഫോണായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതെനിക്ക് ലഭിച്ചതേ ഉള്ളൂ. 6 പ്രോ ആക്ച്വലി ഞാൻ ഒരു 1 വീക്ക് യൂസ് ചെയ്യുള്ളൂ 6 പ്രോ. ഐ റിട്ടേൺ ഇറ്റ് ബാക്ക്. മെയിൻ ഫോണായിട്ട് ഞാൻ യൂസ് ചെയ്തില്ല, പക്ഷേ ഐ റിട്ടേൺ ഇറ്റ് ബാക്ക്. എന്നിട്ട് ഞാൻ ഈ ഒരു പിക്സൽ 6 എടുത്തു. വെദർ ഞാൻ നോക്കുവാണ്, ഈ ഒരാഴ്ച ഞാൻ യൂസ് ചെയ്ത് നോക്കും ഈ പിക്സൽ 6 ഒരു മെയിൻ ഫോണായിട്ട്, വെദർ ഐ ക്യാൻ റീപ്ലേസ് മൈ പിക്സൽ 5 ഓർ നോട്ട്. നമുക്ക് ആദ്യം ഇതിൻ്റെ സൈസ് ഒന്ന് കമ്പയർ ചെയ്യാം. പിക്സൽ 5 എന്ന് പറയുന്നത് 6 ഇഞ്ച് സ്ക്രീനായിരുന്നു. എന്നാൽ പിക്സൽ 6ൽ 6.4 ഇഞ്ച് സ്ക്രീനാണ്. നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ കാണാം. ഇതിൻ്റെ സ്ക്രീൻ വളരെ മനോഹരമാണ്. ഇതിൻ്റെ സ്ക്രീന് ഇതും 90 Hz സപ്പോർട്ട് ചെയ്യുന്ന 1080p സ്ക്രീനാണ്. ഇതും 90 Hz സപ്പോർട്ട് ചെയ്യുന്ന 1080p ആണ് ഈ പിക്സൽ 6ലും. എന്നാൽ പിക്സൽ 5 ഇച്ചിരി റൗണ്ടഡ് കോർണേഴ്സ് ആണ്. നമുക്കിവിടെ കാണാം, റൗണ്ടഡ് കോർണേഴ്സ് ആണ്. അപ്പം ഇത് നമ്മുടെ കയ്യിൽ വളരെ വളരെ നല്ല ഫീലാണ് നമ്മുടെ കയ്യിൽ. അതുപോലെ വളരെ ലൈറ്റ് വെയിറ്റ് ആണ് ഈ പിക്സൽ 5.
എന്നാൽ പിക്സൽ 6 ഇച്ചിരി വെയിറ്റ് കൂടിയ ഫോണാണ്. അതുപോലെ ഇത് റൗണ്ടഡ് കോളല്ല, ഇതിൻ്റെ എഡ്ജ് എന്ന് പറയുന്നത് നമുക്ക് കാണാം ഇങ്ങനെ ഒരു കർവായിട്ടുള്ള ഒരു ആണ്. ഇത് റൗണ്ടഡ് ആണ്. അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ ഈ ഒരു പിക്സൽ 5 ആണ് ഇച്ചിരൂടെ നല്ല നമുക്ക് ഫീൽ കിട്ടുന്നത്. സൈസ് അഗെയിൻ നമുക്ക് കമ്പയർ ചെയ്യാം. ഇവിടെ കാണാം, ഞാനിത് നിങ്ങളുടെ എൻ്റെ ബാക്കിൽ വെച്ചു, നമുക്കിവിടെ കാണാം ഇതിൻ്റെ സൈസ്. അപ്പോൾ വിഡ്ത്തിലും ഡിഫറൻസ് ഉണ്ട്, ലെങ്ത്തിലും ഡിഫറൻസ് ഉണ്ട്. നമുക്കിവിടെ കാണാം ഇത്രയും ഡിഫറൻസ് ഉണ്ട് ഈ ഒരു ഫോണുകൾ തമ്മിൽ. പിക്സൽ 6 വേ ബിഗർ ദാൻ പിക്സൽ 5 നിങ്ങൾക്കിവിടെ കാണാം. അപ്പോൾ ഇതാണ് പിക്സൽ 6നെ കുറിച്ചുള്ള എൻ്റെ ഒരു ഇനിഷ്യൽ ഇംപ്രഷൻ.